ഹലോ മിടുക്കന്മാരെ മിടുക്കുകളെ എല്ലാവർക്കും കേരള സൈനോൺ നീറ്റ് UG കൗൺസിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം സംസാരിക്കുന്ന ഞാൻ ഡോക്ടർ അമൃത. എനിക്കറിയാം എല്ലാവരും പരീക്ഷയൊക്കെ എഴുതി റാങ്കും വന്നു. ഇപ്പോൾ ദേ അലോട്ട്മെൻറ്റിനെ പറ്റി ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിറച്ച് വിഷമിച്ചിരിക്കുന്ന സമയമല്ലേ. എൻ്റെ ഈ റാങ്കിന് അഡ്മിഷൻ കിട്ടുമോ, MBBS കിട്ടുമോ? അപ്പോൾ എല്ലാവരുടെയും സ്വപ്നമാണ് MBBS എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യയിലൊക്കെ ഒത്തിരി സീറ്റുകളുണ്ട്. പക്ഷേ മിക്കവർക്കും അറിയത്തില്ല അതിലൊക്കെ ഒളിച്ചിരിക്കുന്ന നല്ല റിസർവേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാത്തിനെയും പറ്റി നമുക്കിന്ന് മനസ്സിലാക്കണ്ടേ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൽ എന്തുമാത്രം സീറ്റാണുള്ളത്, അലോട്ട്മെൻറ്റ് എങ്ങനെയായിരുന്നു, കഴിഞ്ഞ വർഷത്തെ റാങ്ക് എങ്ങനെ പോയി, ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്, എല്ലാത്തിനെയും പറ്റി സൈനേഡ് എന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വെറീസ് ഒന്നും വേണ്ട. അപ്പോൾ കറക്റ്റ് സംഭവങ്ങൾ ഏതൊക്കെയാണ് സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾക്കിപ്പോൾ കാറ്റഗറി റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇന്ന സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ സിമ്പിളാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് സൈനോഡ് ഇപ്പോൾ നിങ്ങളോട് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം എന്താണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന്. ഒഫീഷ്യൽ വെബ്സൈറ്റാണ് mcc.nic.in. അപ്പോൾ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാവും അതിൽ UG മെഡിക്കലും ഉണ്ട്, PG മെഡിക്കലും ഉണ്ട്. ഇപ്പോൾ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ MD ചെയ്യാണ്. അപ്പോൾ എൻ്റെ സമയത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് MDക്ക് ഓൾ ഇന്ത്യ വഴിയാണ്. അപ്പം ഞാനും ഇതേ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് വേണ്ടി ഇതേ വെബ്സൈറ്റാണ് ഉപയോഗിച്ചത്. അപ്പം ഞാൻ പോയത് PG മെഡിക്കലായിരുന്നു. അപ്പം നിങ്ങൾ ഇനി MBBS കയറാൻ പോവുകയല്ലേ, അപ്പം ബഡ്ഡിങ് ഡോക്ടേഴ്സായി എല്ലാവരും നന്നായിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ കയറേണ്ടതാണ് UG മെഡിക്കൽ. അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇനി ഒരു 4 തൊട്ട് ഒരു 5 മാസം നമ്മുടെ ഏരിയ മൊത്തം ഇനി mcc.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇനി നമ്മൾ നോക്കുന്നതാണ് സീറ്റ്സിനെ പറ്റി. അതായത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് ഒട്ടനവധി സീറ്റുകളുണ്ട്. അപ്പം മിക്കവർക്കും ഈ സീറ്റുകളിൽ ഒത്തിരി റിസർവേഷൻ ഉണ്ട്, അതിനെപ്പറ്റിയൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അറിയാതെ ഇരിക്കുമ്പോഴെന്താണ് അവർക്ക് അർഹത നേടുന്ന കുറേ കോട്ടകളെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ട് MBBS സീറ്റ് കിട്ടാത്ത ഒത്തിരി പേരെ എനിക്ക് അറിയാം. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട, നമുക്ക് എല്ലാം മനസ്സിലാക്കാം. അതിനാണ് സൈനോഡ് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. അതായത് ഈ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ അടിയിൽ ഒത്തിരി കോട്ടകളുണ്ട്. ഈ ഒത്തിരി കോട്ടകളിൽ ഒത്തിരി സീറ്റുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തേതാണ് ഓൾ ഇന്ത്യ കോട്ട. അപ്പോൾ ഈ ഓൾ ഇന്ത്യ കോട്ടയിൽ എന്ന് പറയുന്നത് 15% നമ്മുടെ സർക്കാർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള സീറ്റുകളാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് നോക്കിക്കേ നിങ്ങൾ, ഈ ഓൾ ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, IP യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ESI മെഡിക്കൽ കോളേജുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇനി ഇവർ എത്ര സീറ്റുകളാണ് അഡ്മിഷന് വേണ്ടി ഉള്ളതെന്ന് നോക്കാം. നോക്കിക്കേ, 8296 സീറ്റുകളാണ് ഉള്ളത്. അപ്പോൾ എന്തുമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിൽ പങ്കെടുക്കണമെന്ന് മനസ്സിലാക്കേണ്ടേ. എത്ര? 399. അപ്പോൾ ഈ കോട്ടയിൽ, അതായത് ഈ സീറ്റുകളിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ എന്താണ് യോഗ്യത? വേറെ ഒന്നും വേണ്ട. നമ്മൾ നീറ്റ് UGയുടെ പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാം. പിന്നെ നോക്കാനുള്ളത് കാറ്റഗറി വൈസ് റിസർവേഷൻ. അതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടെ സെൻട്രൽ റിസർവേഷനാണ്. ഇപ്പോൾ നമ്മൾ കേരളം നോക്കിക്കുക, അവിടെ എന്താണ് മുസ്ലിം ഉണ്ട്, BH ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡിവിഷൻസിലെ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഓൾ ഇന്ത്യക്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ റിസർവേഷനാണ് ഉള്ളത്. പിന്നെ അടുത്ത് നമുക്ക് നോക്കാമല്ലോ ഓപ്പൺ കോട്ടയെ പറ്റിയാണ്. ഓപ്പൺ കോട്ടയിൽ ഒത്തിരി സീറ്റുണ്ട്. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണ്ടേ. അതായത് എയിംസ് ഓപ്പൺ കോട്ടയുണ്ട്, ജിപ്മർ നിങ്ങൾ കേട്ടിട്ടില്ലേ, ജിപ്മർ ഓപ്പൺ കോട്ട സീറ്റുണ്ട്, AMU ഓപ്പൺ കോട്ട സീറ്റ്. AMU എന്ന് പറയുന്നതാണ് നമ്മുടെ അലിഗ്ര മുസ്ലിം യൂണിവേഴ്സിറ്റി കോട്ട. പിന്നെ BHU എന്ന് പറയുന്നതാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഓപ്പൺ സീറ്റ് കോട്ട. ഈ ഓപ്പൺ സീറ്റ് കോട്ട എന്ന് വെച്ചാൽ എല്ലാവർക്കും എലിജിബിളാണ്, ആർക്ക് വേണം അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളിപ്പം ഇന്ത്യയിലുടനീളമുള്ള കാൻഡിഡേറ്റ്സ് ആണ്, നിങ്ങൾ നീറ്റ് പരീക്ഷ പാസ്സായിട്ടുണ്ടോ, തീർച്ചയായിട്ടും ഇവിടെ വേറെ നിബന്ധനകളൊന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെയും കാറ്റഗറി റിസർവേഷൻ നോക്കിക്കേ, എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ റിസർവേഷനാണ്.
ഇനി അടുത്തത് നമ്മൾ നോക്കുന്നതാണ് AFMC പൂനെയിലെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ AFMC പൂനെയെ പറ്റി പറയുകയാണെങ്കിൽ ബാക്കിയുള്ള കോളേജുകൾ പോലെയല്ല. AFMC പൂനെക്ക് അവരുടേതായ കുറച്ച് പിടിവാശി ഉണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അവരുടേതായ കുറച്ച് നിയമങ്ങളുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ AFMC പൂനെയിൽ നമുക്ക് നീറ്റ് പരീക്ഷയുടെ മാർക്ക് മാത്രമല്ല, ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. ആ ലാംഗ്വേജ് ടെസ്റ്റ് നമ്മൾ പാസ്സായ പോരാ, 80 മാർക്കിനാണ്, അത് നന്നായി ക്വാളിഫൈ ആവുകയും വേണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ അവരൊരു ഇൻ്റർവ്യൂവും ചെയ്യും. ആ ഇൻ്റർവ്യൂവിന് തന്നെ 50 മാർക്കാണുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കുക. അപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഓൺലൈനായിട്ട് പോയി ചെയ്യുന്നതല്ല. അവിടെ പോകണം. AFMC പൂനെയിൽ പോയിട്ട് അവർ നോക്കും നമ്മൾ ഫിസിക്കലി ഫിറ്റാണോ, എങ്കിൽ മാത്രമേ ക്വാളിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ SC/STക്കാർക്ക് റിസർവേഷനുണ്ട് 10 സീറ്റ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് AFMCയിൽ ടോട്ടൽ മൊത്തം എത്ര സീറ്റാണെന്ന് മനസ്സിലാക്കണ്ടേ? 145 സീറ്റുണ്ട്. അതിൽ മക്കളെ ഒരു 30 സീറ്റിൽ ആരുണ്ടെന്ന് അറിയാമോ? പെൺകുട്ടികൾക്കും. ബാക്കി വരുന്ന 115 സീറ്റ് ബോയ്സിനുമാണ് ഉള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതാണ്. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ AFMC പൂനെയുടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തെന്ന് വെച്ചാൽ AFMC പൂനെയിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി പോകണം. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി പോയിട്ട് MCCയിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അവിടെ AFMC പൂനെയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് AFMC പൂനെയിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. മിക്കവരും എനിക്ക് കഴിഞ്ഞ വർഷം ഒത്തിരി മെസ്സേജസ് കിട്ടിയായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മിക്കവർക്കും അറിയത്തില്ലായിരുന്നു ഇവിടെ പോയിട്ട് ആണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യേണ്ടത്, MCC പോയിട്ടാണെന്ന് മിക്കവർക്കും അറിയത്തില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് സീറ്റ് ലോസായി. അപ്പം നിങ്ങൾ അതിൽ ഒരാളാവാൻ പാടില്ല. പിന്നെ അടുത്ത് നമ്മൾ നോക്കുന്നതാണ് ഇതാ നോക്കിക്കേ, ഇൻറ്റേർണൽ സീറ്റ്, സ്റ്റേറ്റ് കോട്ട, ഇതാ നോക്കൂ അതർ കോട്ട. ഇവിടെയൊക്കെ എങ്ങനെയാണ് അഡ്മിഷൻ എന്ന് നമുക്ക് അടുത്തതായി നോക്കാം. അതിൽ വരുന്നതാണ് നോക്കിക്കേ ഈ AMU ഇൻറ്റേർണൽ കോട്ട, DU എന്ന് പറയുന്നതാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് കോട്ട, IP യൂണിവേഴ്സിറ്റി അതായത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് IP കോട്ട. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഡൽഹി ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെന്ന് പറഞ്ഞാൽ +1 +2 നമ്മൾ ഡൽഹിയിൽ പഠിക്കണം. ഇത് സത്യത്തിൽ ഒരു അടിപൊളി നമുക്കൊരു സീറ്റ് കിട്ടാൻ ഭയങ്കര സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവരെ സ്പെഷ്യലായിട്ട് നോക്ക് അവരുടെ ഡൽഹിയിൽ പഠിച്ച കുട്ടികൾ, അതായത് +1 +2 നിങ്ങൾ ഡൽഹിയിലാണ് പഠിച്ചതെങ്കിൽ ഇതാ ഇങ്ങനൊരു കോട്ട അവർ വെച്ചിട്ടുണ്ട്. അതുപോലൊരു കോട്ടയാണ് ഈ ജിപ്മർ. നോക്കിക്കേ, ഈ ജിപ്മർ സ്റ്റേറ്റ് കോട്ടയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ജിപ്മർ ഡൊമസിൽ, അതായത് ജിപ്മർ പോണ്ടിച്ചേരിയിലാണോ നിങ്ങൾ വളർന്നത്, പോണ്ടിച്ചേരിക്കാർക്ക് അവിടെ പഠിച്ചവർക്ക്, അപ്പോൾ പോണ്ടിച്ചേരിക്കാർക്ക് വേണ്ടി ജിപ്മർ ഡൊമസിൽ. അപ്പോൾ ഈ മേഖലയെന്ന് പറഞ്ഞാൽ അത് അവർക്ക് മാത്രം. അപ്പം നിങ്ങൾ ജിപ്മർ പോണ്ടിച്ചേരി ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനൊരു കോട്ട ഉണ്ട്. പിന്നെ ഉള്ളതാണ് ESI ഇൻഷുർഡ് കോട്ട. ESI ഇൻഷുർഡ് കോട്ട എന്ന് പറഞ്ഞാൽ ESI വാർഡ്സ്. അപ്പോൾ ESIയുടെ കുട്ടികളാണോ, അതിന് ഇനി ഒരുപാട് ക്രൈറ്റീരിയ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ESIയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു കോട്ടയുണ്ട്. ഇത് മിക്കവർക്കും അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ ഒത്തിരി പേര് പാരൻസ് ESI ആയിട്ട് അവർ ആ ആനുകൂല്യം എടുക്കാതെ സാധാ രീതിയിൽ ഈ റിസർവേഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നമുക്കൊരു റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് ഈശ്വരനായിട്ട് നമുക്ക് തന്നതാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ആ കോട്ട യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ എന്തുമാത്രം സീറ്റ് ഉണ്ടെന്ന്. 1382 സീറ്റാണ് ഈ ഇൻറ്റേർണൽ സീറ്റ്സ് ആകെ മൊത്തം ഉള്ളത്. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് 10-20ഓളം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇവിടെ ആരൊക്കെയാണ് യോഗ്യത നേടാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞു. അതായത് ഇപ്പോൾ ESIക്കാർക്കാണെങ്കിൽ ESI മെഡിക്കൽ കോളേജിൽ ESI വാർഡ്സിനായിരിക്കും, ജിപ്മറിലാണെങ്കിൽ ജിപ്മർ ഡൊമസിൽ. അപ്പോൾ അങ്ങനെ ഓരോ ക്രൈറ്റീരിയ പറയുമ്പോൾ ആ ക്രൈറ്റീരിയയിൽ നിങ്ങളുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവിടെ പഠിക്കാം. പിന്നെ ഇവിടെയും കാറ്റഗറി റിസർവേഷൻ നോക്കിക്കേ, സെൻട്രൽ റിസർവേഷൻ തന്നെയാണ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റിയിൽ പെയ്ഡ് സീറ്റാണ്. നമ്മൾ പൈസ കൊടുത്ത് അവർ പറയുന്ന പൈസ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ, പ്ലസ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ സീറ്റ് കിട്ടത്തുള്ളൂ. അതാണ് പെയ്ഡ് സീറ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടെ തന്നെ മൈനോറിറ്റി കോട്ടയുണ്ട്, NRI കോട്ടയുണ്ട്. അപ്പം നിങ്ങൾക്കറിയേണ്ട ഡീംഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കുറച്ച് ഡീംഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പറഞ്ഞുതരാം.
അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഉണ്ട്, കസ്തൂർബ മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീംഡ് യൂണിവേഴ്സിറ്റീസാണ്. ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായ ആഫിലിയേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളം നോക്കുകയാണെങ്കിൽ കുഹാസാണ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത്. ഇവിടെ എന്ന് വെച്ചാൽ ഇത് ഇവരുടെ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടുന്നതും പിന്നെ എക്സാം ഷെഡ്യൂൾ ചെയ്യുന്നതും എല്ലാം അണ്ടർ ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കൺട്രോളായിരിക്കും. ഇപ്പം ഞാനിപ്പോൾ എം ഡി ചെയ്യുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സർക്കാർ മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഡീംഡ് അല്ല, കുഹാസാണ്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ എല്ലാം എനിക്ക് എപ്പോൾ എക്സാം നടത്തണം എല്ലാം തീരുമാനിക്കുന്ന എന്താണ്, കുഹാസാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നോക്കിക്കുക എന്തുമാത്രം സീറ്റുണ്ടെന്ന്, 10,986 സീറ്റുകളുണ്ട്. അപ്പോൾ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വെച്ചാൽ 57 മക്കളെ, 57 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നോക്കൂ, അപ്പോൾ എന്തുമാത്രം ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ നിങ്ങൾ നീറ്റ് പരീക്ഷ ജസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി. അപ്പോൾ അവർ പറയുന്ന ആ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടോ, പൈസ കൊടുക്കാൻ നിങ്ങൾ ഓക്കെ ആണോ, തീർച്ചയായാലും 57 ഇൻസ്റ്റിറ്റ്യൂട്ടുകളോളം ഉണ്ട്. അപ്പോൾ തീർച്ചയായാലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കാറ്റഗറി റിസർവേഷൻ ഇല്ല. അതായത് ഇപ്പോൾ എസ് സിക്ക് ഡീംഡിൽ ഇത്ര സീറ്റ്, എസ് ടിക്ക് ഇത്ര സീറ്റ്, പിന്നെ മുസ്ലിം, ഈഴവ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മൈനോറിറ്റി കോട്ടാസ് ഉണ്ട്, പക്ഷേ എന്താണ് കാറ്റഗറി വൈസായിട്ട് അങ്ങനെയുള്ള റിസർവേഷൻസ് ഇല്ല. അടുത്ത് നമുക്കിനി നോക്കാം എന്താണ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ നമ്മൾ ഇത്രയും നേരം കോട്ടയിനെയൊക്കെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇനി നമുക്ക് മനസ്സിലാക്കണ്ടേ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക്, എനിക്കിപ്പോൾ ആവശ്യമില്ല, നിങ്ങൾക്കിപ്പം എന്തോ ആണ് എലിജിബിൾ ആവേണ്ടത്. ഇങ്ങനെ ഈ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് നിങ്ങൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഒക്കെ നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് അടുത്തത്. അതിൽ എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ നീറ്റ് ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തായാലും നീറ്റ് പരീക്ഷ പാസ്സാവാതെ അവർ അതിനകത്ത് കയറ്റാൻ പോകുന്നില്ല. പിന്നെ രണ്ടാമത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ. അപ്പോൾ പ്ലസ് ടുവിനെ പറ്റിയിട്ടാണ്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ പ്രായപരിധി നോക്കിക്കുക 17 വയസ്സ് തികഞ്ഞിരിക്കണം. ഇനി നോക്കിക്കുക നമ്മൾ നോക്കുന്നതാണ് നീറ്റ് ക്വാളിഫൈങ് ക്രൈറ്റീരിയനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ ഇവർ പറയുന്നതാണ് നീറ്റ് എക്സാമിന് നമുക്ക് സർട്ടൻ ക്വാളിഫിക്കേഷൻ, അതാണ് അവരുടെ കട്ട് ഓഫ്. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരീക്ഷയിൽ നമ്മൾ ജയിച്ചു എന്ന് പറയാൻ പറ്റൂ. അപ്പോൾ ജനറലിൽ നോക്കിക്കുക, ജനറൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ ജനറൽ കാറ്റഗറി വേറെ റിസർവേഷൻ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് 50% വേണ്ടത്. അപ്പോൾ ഈ 50% എന്ന് പറയുമ്പം ഒരു ഏകദേശം 144 മാർക്ക് വേണം. പിന്നെ അടുത്ത നോക്കിക്കുക എസ് സി എസ് ടി ഒ ബി സിക്ക് 40%. 40% എന്ന് പറയുമ്പം ഒരു 113 മാർക്കാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിക്കുക UR ജനറൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 45% വേണ്ടത്. ഇനി നിങ്ങൾ SC ST OBC ആണ്, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എങ്കിലേ ഈ റിസർവേഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വിത്ത് PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 14% വേണ്ടത്. അടുത്ത നമുക്ക് നോക്കാം അക്കാഡമിക് ക്രൈറ്റീരിയ. അപ്പോൾ അക്കാഡമിക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ക്വാളിഫയിങ് എക്സാമിനേഷൻ. അതായത് നിങ്ങളുടെ പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മൊത്തം നിങ്ങൾ കൂട്ടി നോക്കുമ്പം 50% ഉണ്ടെങ്കിൽ എൻട്രി കിട്ടി. പിന്നെ നിങ്ങൾക്ക് റിസർവേഷനുണ്ട് SC ST OBC PWD നോൺ ക്രിമിനൽ. എഗെയിൻ ഈ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താണ്, ഒന്നും നോക്കണ്ട, വെറും 40% മതി. അപ്പോൾ റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു, 50% വേണം. ഇവിടെയാണെങ്കിൽ നോക്കിക്കേ 40% മാർക്ക് മാത്രം മതി ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മൊത്തത്തിൽ കൂട്ടി നോക്കുമ്പോൾ. പിന്നെ എന്താണ്, നീറ്റ് UG 2025 മെറിറ്റ് ലിസ്റ്റിൽ ഉണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ അവർ കൗൺസിലിങ്ങിൽ പങ്കെടുപ്പിക്കത്തുള്ളൂ. ഇനി നമ്മൾ നോക്കുന്നതാണ് എയിംസിൻ്റെയും AFMCയുടെയും ക്രൈറ്റീരിയ. ഈ പറഞ്ഞതുപോലെയല്ല, അവിടെ കുറച്ച് ഡിഫറൻസ് ആണ് മാർക്കിൻ്റെയൊക്കെ കാര്യത്തിൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഓക്കെ, അക്കാഡമിക് ക്രൈറ്റീരിയ ഫോർ എയിംസ്. അപ്പോൾ എയിംസിൻ്റെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അത് നമ്മുടെ ക്വാളിഫയിങ് ഈ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ എയിംസുകാർ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കോ. ജനറൽ OBC കാറ്റഗറിയാണ്, റിസർവേഷൻ ഒന്നുമില്ലെങ്കിൽ അവർ പറയുന്നു 60% മാർക്ക് വേണം എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം നിങ്ങൾ SC ST കാൻഡിഡേറ്റ്സ് ആണോ എങ്കിൽ 50% മാത്രം മതി. PWD കാൻഡിഡേറ്റ്സിന് 45%. ഇതാ നോക്കിക്കേ, ഫോറിൻ നേഷണൽസ് ആണോ നിങ്ങൾ എങ്കിൽ 60% വേണം.
അപ്പോൾ ഇത് നമ്മളെ നേരത്തെ പോലെ ആ ഒരു 50% ക്രൈറ്റീരിയ അല്ല, ഇവിടെ മാറിയതുണ്ടോ എയിംസിൻ്റെ ക്രൈറ്റീരിയ. അടുത്ത നമുക്ക് നോക്കാം അക്കാഡമിക് ക്രൈറ്റീരിയ ഫോർ AFMC. അപ്പോൾ AFMC പൂനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ മറക്കരുത്. കാരണം AFMC പൂനെയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ MCC.nic.in എന്ന് പറയുന്ന ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ആ സൈറ്റിൽ പോകണം. സൈറ്റിൽ പോയിട്ട് അവിടെ AFMC പൂനെയിൽ നിന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെയുള്ള പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫിസിക്സ് ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് മൊത്തമായിട്ട് 60% മാർക്ക് വേണം, പ്ലസ് ഓരോന്നിനും 50% മാർക്ക്. അതായത് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഫിസിക്സിന് 40 മാർക്ക് കിട്ടി, കെമിസ്ട്രിക്ക് 60, ബയോളജിക്ക് 60 കിട്ടി, ക്വാളിഫൈ ആവും? ഇല്ല. അതായത് മൊത്തം കൂട്ടുമ്പം 60%, ഓരോന്നിനും 50% മാർക്കും വേണം. അടുത്ത മറ്റൊന്ന്, ഇതും പോരാഞ്ഞ് 10ാം ക്ലാസ്സിൽ മാത്സ് എടുത്ത് പഠിച്ചിരിക്കണം. കൗൺസിലിംഗ് സംബന്ധമായ എന്ത് സംശയം ഉണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് ഞങ്ങളെ അപ്രോച്ച് ചെയ്യാം. സബ്സ്ക്രൈബേഴ്സിന് സൈനോഡ് പോർട്ടൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലോസിംഗ് റാങ്ക്, എലിജിബിലിറ്റി, എല്ലാ റീസെൻ്റ് അപ്ഡേറ്റ്സ്, ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മളെല്ലാം കൊടുക്കുന്നതാണ്. പിന്നെ ക്ലോസിംഗ് റാങ്ക് എല്ലാത്തിനും പറ്റി അറിയാൻ പറ്റും. നിങ്ങളോടൊപ്പം സംസാരിച്ച ഞാൻ ഡോക്ടർ അമൃത. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.